ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണി സ്പോർട്സിൽ നമ്മൾ അവസാനമായി കാണുന്ന WWE ലൈവ് ഷോയാണ് ഇത്. ഇനി ഒരു ഷോയും നമ്മൾക്ക് ലൈവ് കാണാൻ സാധിക്കില്ല സോണി സ്പോർട്സിൽ. അപ്പൊ അവസാനമായിട്ട് നമ്മൾ കണ്ട സ്മാക്ഡൗൺ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് 3G ആയിരുന്നു എങ്കിൽ ഈ ആഴ്ചയിലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് അടിപൊളിയായിരുന്നു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആണ് വന്നത്. വന്ന സമയത്ത് ലണ്ടൻ ഫാൻസ് ഭയങ്കര സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്, ടീം മ്യൂസിക് എല്ലാം പാടിക്കൊണ്ട്. പിന്നീട് കോഡി റോഡ്സ് എപ്പോഴത്തെയും പോലെ ഫാൻസുമായി സംസാരിച്ച് എന്തിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫാൻസ് സീനയുടെ പേരെല്ലാം പറയുന്നുണ്ട്. അതേസമയം കോഡി റസൽമേനിയയിൽ ഇവർക്ക് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയും ആ മാച്ചിൽ സീനനെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യനായി മുന്നോട്ട് പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് റാൻഡി ഓർട്ടന്റെ തീം മ്യൂസിക് പ്ലേ ആയത്. പിന്നീട് റാൻഡി ഓർട്ടൻ വന്ന സമയത്തും ഫാൻസ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് റാൻഡി ഓർട്ടന്റെ തീം മ്യൂസിക്കും പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം റാൻഡി ഓർട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് കോഡി റോഡ്സിനെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെ, അതായത് കോഡി റോഡ്സ് മുൻപുള്ളതിനേക്കാൾ വളരെയധികം വളർന്നിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ കോഡി റോഡ്സ് WWE നിന്ന സമയത്ത് കോഡി റോഡ്സിന് ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ WWE വളരാൻ സാധിക്കില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ ഈ ഒരു കമ്പനി വിട്ട് തന്നെ കോഡി റോഡ്സ് പോയ കാര്യത്തെ പറ്റിയും പിന്നീട് കോഡി റോഡ്സ് സ്വയം തെളിയിച്ചുകൊണ്ട് കമ്പനിയിലോട്ട് തന്നെ തിരിച്ചു വന്ന് ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെയാണ്. അതായത് ഈ ബിസിനസ്സിനെ തന്നെ നീ ചേഞ്ച് ചെയ്തു എന്നാണ് കോഡിയോട് റാൻഡി ഓർട്ടൻ പറഞ്ഞത്. അതുപോലെ സെത്തിന്റെ കൂടെ നടന്ന ഹെൽ ഇൻ എ സെൽ മാച്ചിനെ പറ്റിയും റോമന്റെ കൂടെ നടന്ന റസൽമേനിയ മാച്ചിനെ പറ്റിയും മെൻഷൻ ചെയ്തിരുന്നു. അതായത് റോമനെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് സ്റ്റോറി ഫിനിഷ് ചെയ്തതിൽ റാൻഡി ഓർട്ടന് അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഞാൻ റസൽമേനിയയിൽ കെവിൻ ഓൾസിനെ തോൽപ്പിച്ച് കെവിൻ ഓൾസുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കും, അതുപോലെ തന്നെ നീ സീനനെ തോൽപ്പിച്ചുകൊണ്ട് നീ ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകും. പിന്നീട് റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്റെ ചാമ്പ്യൻഷിപ്പിനായിട്ട് നിന്റെ അടുത്തേക്ക് വരും. അതായത് എനിക്ക് ടൈറ്റിൽ ഷോട്ട് വേണം, പക്ഷെ ഞാൻ ജോൺ സീനയെ പോലെ നിന്നെ പിറകിൽ നിന്നും ആക്രമിക്കില്ല, നേരിട്ട് വന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് റാൻഡി ഓർട്ടൻ ആവശ്യപ്പെട്ടത്. അതായത് സീന എന്തായാലും റസൽമേനിയയിൽ 70 ടൈം ചാമ്പ്യൻ ആവാൻ പോകുന്നില്ല എന്നും എന്നാൽ താൻ ഈ ടൈം ചാമ്പ്യൻ ആകും എന്നാണ് റാൻഡി ഓർട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഡ്രൂ മാക്കിൻറ്റയർ വന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഭയങ്കരമായി കളിയാക്കി, അതായത് നെപ്പോ കിഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് പറഞ്ഞത് ശരിക്കും റസൽമേനിയയിൽ ഡ്രൂ മാക്കിൻറ്റയർ കോഡി റോഡ്സുമായിട്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ് വരേണ്ടത്, അത് ഡാനിൽ പ്രീസ്റ്റ് കുളമാക്കി എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നെപ്പോട്ടിസം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ചത് കേട്ട് കോഡി റോഡ്സിന് ദേഷ്യം വന്ന് ഡ്രൂ മാക്കിൻറ്റയർ അറ്റാക്ക് ചെയ്തു. ശേഷം റാൻഡി ഓർട്ടൻ ആർഗ്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ ഡ്രൂ മാക്കിൻറ്റയർ എസ്കേപ്പായി പോയി. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ ഇന്ന് റാൻഡി ഓർട്ടനും ഡ്രൂ മാക്കിൻറ്റയറിനും ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ടാഗ് ടീം ചാമ്പ്യൻസായ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വേഴ്സസ് പ്രീറ്റി ഡെഡ്ലി ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രീറ്റി ഡെഡ്ലി ടീം ആള് മാറി ഫിനിഷർ വാങ്ങിക്കുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് മോണ്ടക്സ്ഫോർഡിനെ റോൾ പിൻ ചെയ്യാൻ നോക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതെല്ലാം നന്നായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ മോണ്ടക്സ്ഫോർഡ് ആൻഡ് ഏഞ്ചലോ ഡോക്കിൻസ് പ്രീറ്റി ഡെഡ്ലി ടീമിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം വുമൻസിന്റെ ടാഗ് ടീം മാച്ച് പൈപ്പൻ നിവിൻ ആൻഡ് ആൽബ ഫയർ ഫോഴ്സസ് കെയ്റ്റൻ കാർട്ടർ ആൻഡ് കതാന ചാൻസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. അതായത് മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ ആൽബ ഫയർ ആൻഡ് ചെൽസി ഗ്രീൻ ഇവരെല്ലാം ചീറ്റ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ചെൽസി ഗ്രീൻ്റെ ടീമാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷവും ഇവർ കെയ്റ്റൻ കാർട്ടർ ആൻഡ് കതാന ചാൻസ് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സെലീന വേഗ വന്ന് ഇവരെ സേവ് ചെയ്തു. ശേഷം സെലീന ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് US ചാമ്പ്യൻ ചെൽസി ഗ്രീനിന് ഫിനിഷർ കൊടുക്കാൻ നോക്കിയ സമയത്ത് ആൽബ ഫയർ ആൻഡ് പൈപ്പർ നിവിൻ കയറി അറ്റാക്ക് ചെയ്തു. പിന്നീട് ഇവരാണ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയത്. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരും അത്യാവശ്യം നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും ഈ മാച്ച് മുഴുവനായില്ല. അതായത് ബ്രോൺ സ്ട്രോമൻ റിംഗ് സൈഡിൽ വെച്ചുകൊണ്ട് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ജേക്കബ് ഫട്ടോടെ വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമൻ ആൻഡ് LA നൈറ്റ് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തു. ശേഷം ബ്രോൺ സ്ട്രോമനെ LA നൈറ്റ് സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല.
പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് മോൺസോൾട്ട് എല്ലാം കൊടുത്തുകൊണ്ട് ജേക്കബ് ഫാട്ടു ബ്രോൺ സ്ട്രോമനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് ഈ മാച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നീട് 2 ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് നടന്നു. അതായത് ജിമ്മി യുസോ എപ്പിസോഡിൽ ഗുന്തറിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ അവിടെ കാർമെല്ലോ ഹെയ്സും മിസ്സും വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പിന്നീട് ജിമ്മി യുസോ മിസ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് മിസ്സുമായിട്ട് ഒരു മാച്ച് കൺഫേം ചെയ്തു. അതുപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ബ്രോൺ സ്ട്രോമൻ LA നൈറ്റ് ഇവരെ ഒന്ന് അറ്റാക്ക് ചെയ്തതിനെ പറ്റി സോളോ സിക്കാവ ജേക്കബ് ഫാട്ടുവിനോട് ചോദിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് നീ തനിയെ തീരുമാനങ്ങളെല്ലാം എടുക്കാറായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം ജേക്കബ് ഫാട്ടു മുൻപ് നടന്ന പ്രശ്നത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. എന്നാലും സോളോ സിക്കാവയ്ക്ക് അത് ഇഷ്ടപ്പെടാത്തത് പോലെ. പിന്നീട് ജേക്കബ് ഫാട്ടു പറയുന്നുണ്ട്, നിന്റെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ US ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനാണ് പോകുന്നത്, ഇതാണ് തൻ്റെ പ്ലാൻ എന്ന ടൈപ്പിലൊക്കെ. പിന്നീട് ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് മിച്ചിൻ ഇവർക്ക് തമ്മിലുള്ള മാച്ച്. ഈ മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നയോമി വന്നുകൊണ്ട് മിച്ചിൻ ആൻഡ് ബി ഫാബ് ഇവരെ 2 പേരെയും അറ്റാക്ക് ചെയ്തു. ശേഷം ജേഡ് കാർഗിൽ വന്നാണ് സേവ് ചെയ്തത്. അതേസമയം നയോമി ഓഡിയൻസിൻ്റെ സൈഡിൽ കൂടെ എസ്കേപ്പായി പോയി. നെക്സ്റ്റ് വീക്ക് ബി ഫാബിനും നയോമിക്കും മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഷാർലറ്റാണ് ഈ മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് റാൻഡി ഓർട്ടൺ വേഴ്സസ് ഡ്രൂ മാക്കൻടയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 2 പേരും ഈ മാച്ച് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം റാൻഡി ഓർട്ടൺ എടുത്ത് അടിക്കാൻ നോക്കിയപ്പോൾ റാൻഡി ഓർട്ടൺ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഡ്രൂ മാക്കൻടയറിനെ ബാക്ക് ടു ബാക്ക് അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ചിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റാൻഡി ഓർട്ടൺ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കെവിൻ ഓവൻസ് എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോൾ റാൻഡി ഓർട്ടൺ കെവിൻ ഓവൻസിനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഡ്രൂ മാക്കൻടയർ ആ ഒരു അവസരം ഉപയോഗിച്ച് അങ്ങനെ തന്നെ ക്ലൈമോർക്കിക്ക് ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂ മാക്കൻടയറാണ് വിൻ ചെയ്തത്. പിന്നീട് കെവിൻ ഓവൻസ് ഡ്രൂ പോയതിന് ശേഷം റാൻഡി ഓർട്ടനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്ക് പാക്കേജ് പൈൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ റാൻഡി ഓർട്ടൺ അത് റിവേഴ്സ് ചെയ്ത് കെവിൻ ഓവൻസിൻ്റെ കാല് വാരിക്കൊണ്ട് അറ്റാക്ക് ചെയ്തു. പിന്നീട് റാൻഡി ഓർട്ടൺ പൺകിക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് കെവിൻ ഓവൻസ് എസ്കേപ്പായി പോയി. അപ്പോൾ ഈ മാച്ചും ഈ സെഗ്മെൻറ്റ് നന്നായിട്ടാണ് തോന്നിയത്. പിന്നീട് ജിമ്മി യുസോ വേഴ്സസ് മിസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ മിസ്സിനെ സൂപ്പർ കിക്കെല്ലാം ചെയ്തതിന് ശേഷം ജിമ്മി യുസോ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജിമ്മി യുസോയാണ് വിൻ ചെയ്തത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഡ്രൂ മാക്കൻടയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഡ്രൂ മാക്കൻടയർ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് വന്ന് ഡ്രൂ മാക്കൻടയറുമായിട്ട് ഭയങ്കരമായി ഫൈറ്റ് ചെയ്തു ബാക്ക് സ്റ്റേജിൽ വെച്ച്. ആ സമയം ഡ്രൂ മാക്കൻടയർ ഡാമിൻ പ്രീസ്റ്റിനെ കാറിൻ്റെ മുകളിൽ കയറ്റിക്കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും ഡാമിൻ പ്രീസ്റ്റ് അത് റിവേഴ്സ് ചെയ്ത് ഡ്രൂ മാക്കൻടയറിനെ കാറിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലേക്ക് എടുത്തടിച്ച് ഡാമിൻ പ്രീസ്റ്റാണ് ഇതിൽ ലീഡ് ചെയ്തത്. അതായത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡ്രൂ മാക്കൻടയറാണ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തത്. അതിന് തിരിച്ച് പ്രതികാരം ചെയ്തു. പക്ഷെ പ്രതികാരം ചെയ്തപ്പോൾ അല്പം കൂടിപ്പോയി. കാറിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടി ഡ്രൂ മാക്കൻടയർ ഗ്ലാസിൻ്റെ മുകളിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്നത്തെ സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് റെസൽമേനിയ ട്രിപ്പിൾ ത്രെഡ് മാച്ചിന്റെ കോൺട്രാക്ട് സൈനിങ്. അപ്പോൾ ഈ സെഗ്മെന്റ് ആണ് മെയിൻ ഇവന്റ് ആയിട്ട് നടന്നത്. സെത്ത് റോമൻ CM പങ്ക് ഇവർക്ക്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതും അവസാനം ഇവരുടെ സ്റ്റോറി കൊണ്ടുവന്ന് കണക്ട് ചെയ്തതെല്ലാം വേറെ ലെവലായിട്ടുണ്ട്. അതുപോലെ റോമൻ റെയിൻസ്, സെത്ത് റോളൻസ്, CM പങ്ക് ഇവരെല്ലാം വന്ന സമയത്തും ഫാൻസ് വേറെ ലെവൽ സപ്പോർട്ട് കൊടുത്തിരുന്നു. അപ്പോൾ റോമൻ റെയിൻസ് എപ്പോഴത്തെയും പോലെ ഫാൻസിനോട് ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ റോമൻ റെയിൻസ് ഫാൻസ് റോമൻ റെയിൻസിന് ചാൻറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷിക്കുന്നതായിട്ടും അതുപോലെ തന്നെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നും ഫാൻസിനോട് പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്നെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ കാര്യം ഈ ഒരു റെസൽമേനിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റോമൻ ഇതുപോലെയെല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സെത്ത് റോളൻസ് വന്നു. സെത്ത് റോളൻസ് വന്നതിന് ശേഷം പറയുന്നത് നമ്മൾക്ക് ഈ ഒരു ബിൽഡിങ്ങുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഹിസ്റ്ററി ഉണ്ട് എന്നാണ്. അതായത് 12 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയാണ് നമ്മൾ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. അണ്ടർടേക്കർ വെച്ചാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. അന്ന് നമ്മളെല്ലാം ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇത് നമ്മുടെ കമ്പനിയാക്കി മാറ്റി. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ റോമൻ പറയുന്നുണ്ട്, ആരുടെ കമ്പനി? നമ്മുടെ കമ്പനിയോ? അതെല്ലാം ഇല്ലാതെയായി, ഇപ്പോൾ ഇതെൻ്റെ കമ്പനി മാത്രമാണ് എന്ന ലെവലിലൊക്കെ. അങ്ങനെ ഞാനാണ് ഈ കമ്പനിയെ നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്നൊക്കെ റോമൻ പറയുന്ന സമയത്ത് സെത്ത് പറയുന്നുണ്ട്,
നീ ഈ ഒരു കമ്പനിയെ നശിപ്പിക്കാനാണ് നോക്കുന്നത് എന്ന്. അതായത് ഈ ഒരു കമ്പനിയിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് CM Punk ആണ്. അവനെ നിനക്ക് ഇല്ലാതാക്കാനായിട്ട് 2 അവസരം കിട്ടി. ഒന്ന് വാർ ഗെയിമിലും 2 സ്റ്റീൽ കേജ് മാച്ചിലും. ഇതിൽ വാർ ഗെയിമിൽ നീ അവന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവൻ്റെ കൂടെ ചേർന്നു. അതേസമയം സ്റ്റീൽ കേജ് മാച്ചിൽ ഞാൻ അവനെ ഇല്ലാതാക്കാൻ നോക്കിയ സമയത്ത് നീ അവിടെയും വന്ന് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ സെത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് CM Punkന്റെ തീം മ്യൂസിക് പ്ലേ ആയി. CM Punkും അവിടെ വന്നു. പിന്നീട് CM Punk ആ ഒരു കോൺട്രാക്റ്റ് എല്ലാം എടുത്ത് ഒരുപാട് നേരം ചെക്ക് ചെയ്യുന്നതായിട്ടും അതേസമയം പോൾ ഹേമൻ പറയുന്നുണ്ട്, നീ ആവശ്യപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതായത് ഈ ട്രിപ്പിൾ ത്രെഡ് മാച്ച് പോൾ ഹേമൻ മെയിൻ ഇവന്റ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന്. അതായത് CM Punkന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് റെസൽമേനിയ മെയിൻ ഇവന്റ്. അപ്പോൾ അത് CM Punkന് പോൾ ഹേമൻ കൊടുക്കുന്നത് പോലെയാണ് കാണിച്ചത്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം റോമൻ റെയിൻസിന് സെറ്റ് ആവുന്നത് പോലെയാണ് കാണിച്ചത്. അതായത് റെസൽമേനിയയിൽ റോമൻ റെയിൻസിനും മെയിൻ ഇവന്റ് കിട്ടി. ആ ഒരു കാരണം കൊണ്ട്. എന്നാൽ സെത്ത് റോളൻസിന് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതായത് സെത്ത് പറഞ്ഞത്, എനിക്ക് റെസൽമേനിയ മെയിൻ ഇവന്റ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് ഒരിക്കലും റെസൽമേനിയ മെയിൻ ഇവന്റ് കിട്ടരുത് ഈ ഒരു ടൈപ്പിലൊക്കെ CM Punkനോട്. നീ ഒരിക്കലും റെസൽമേനിയ മെയിൻ ഇവന്റ് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CM Punkനെ സെത്ത് ചീത്ത വിളിച്ചു. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനം റോമൻ റെയിൻസ് CM Punkനോട് പറയുന്നുണ്ട്, നീ പോൾ ഹേമനോടൊന്നുമല്ല, നീ എന്നോടാണ് മെയിനായിട്ടും താങ്ക്സ് പറയേണ്ടത് എന്ന്. ശേഷം CM Punkും റോമൻ റെയിൻസിനോട് താങ്ക്സ് പറയുന്നതായിട്ടും. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ റോമൻ റെയിൻസിനോട് CM Punk പറയുന്നുണ്ട്, എനിക്ക് റെസൽമേനിയയിൽ മെയിൻ ഇവന്റ് മാച്ച് എല്ലാം കിട്ടി, എന്നാൽ ഞാൻ ചോദിച്ചിട്ടുള്ള ആ ഒരു ഫേവർ ഇതല്ല എന്നാണ്. അതായത് CM Punk ചോദിക്കാൻ പോകുന്ന ഉപകാരം മറ്റൊരു കാര്യമാണ് എന്ന ടൈപ്പിൽ കാണിച്ചുകൊണ്ട് ഈ ഒരു ഷോ മൊത്തത്തിൽ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ സ്മാക്ക് ഡൗണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ. പറഞ്ഞതുപോലെ കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് 3G ആയിരുന്നു എങ്കിൽ ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് അടിപൊളിയായിരുന്നു. റാൻഡി, കോഡി, ഡ്രൂ, അതുപോലെ റോമൻ, സെത്ത്, CM Punk ഇവരെയെല്ലാം വെച്ചുകൊണ്ട് നന്നായി തന്നെയാണ് ഷോ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യവും ഓപ്പണിംഗ് സെഗ്മെൻറ്റും എൻഡിങ് സെഗ്മെൻറ്റും വേറെ ലെവലായിട്ടുണ്ട്. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.